ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല, അപ്പോൾ അധികം ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. അതായത് ടീച്ചേഴ്സ് അങ്ങനെ വരവും പിന്നെ ഫുൾ റിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പോകണമെന്നൊന്നുമില്ല, അപ്പോൾ ഞാൻ പോയില്ല കേട്ടോ, ഒന്ന് ലീവ് എടുത്തു. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും സ്റ്റഡി ലീവാണ്, പക്ഷേ സ്റ്റഡി ഇല്ലാത്ത എല്ലാതും ഉണ്ട് എന്നുള്ളൂ. നമുക്ക് നോക്കി നോക്കാം. അപ്പം ഞാൻ രാവിലെ തന്നെ എണീറ്റു, ബ്രെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ പല്ലേക്കാൻ പോയി കേട്ടോ. ഞാൻ എണീച്ചപ്പത്തിന് നീയ സ്കൂൾക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രഷും കോൾഗേറ്റൊക്കെ എടുത്ത് പല്ലേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമ്മ എന്താ കടി ഉണ്ടാക്കിയിരിക്കണമെന്ന് ഫസ്റ്റ് പോയി ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് നൂൽപുട്ടാണ് നമുക്ക് കടിയുള്ളത്. നൂൽപുട്ടിക്ക് മുട്ടക്കറിയാണ് കേട്ടോ. ഉമ്മ അധികവും മുട്ടക്കറി തന്നെയാണ് ഉണ്ടാക്കാറ്, കാരണം നീയൊക്കെ അങ്ങനെ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ മുട്ടക്കറിയും നൂൽപുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പത്തിന് ഞാൻ വരുമ്പോഴത്തേനും ഉമ്മ അടുപ്പൊക്കെ തീയൂട്ടായിരുന്നു കേട്ടോ. ഞാൻ ചായയും നൂൽപുട്ടും കറിയൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. ഉമ്മ തീയൂട്ടാണ് അടുപ്പ്. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. നൂൽപുട്ടൊക്കെ കഴിച്ചതിന് ശേഷം സ്ഥിരമല്ല പോലെ തന്നെ അടിച്ചോരത്തോടെ എൻ്റെ അടുത്ത പരിപാടി കിട്ടും. ഉമ്മയും മുറ്റടിച്ചോരും ഞാൻ ഉള്ളും അടിച്ചോരി തുടക്കും, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളും പുറം എല്ലാം അടിച്ചോരി തുടച്ചു. അപ്പത്തിന് അടുക്കളയ്ക്ക് എത്തി. അടുക്കള പിന്നെ ഉമ്മ ഫുൾ ക്ലീൻ ആക്കിയിട്ടിരുന്നു. അപ്പം ഇനി അവിടെയും കൂടി തുടച്ചിട്ട് തുടക്കൽ അങ്ങനെ കഴിയും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് അമ്മ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. എനിക്കും നീയക്കും ഇഷ്ടമല്ല കേട്ടോ, ഇത് ഞങ്ങൾ കഴിക്കില്ല. നീയ പിന്നെയും കുറച്ചൊക്കെ കഴിക്കുന്ന തോന്നുന്നു, എനിക്കിഷ്ടമല്ല ഈ സാധനം. ഇതെന്തോ അടേ അങ്ങനെ എന്തോന്നാ തോന്നുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുളിച്ചൊക്കെ വന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ ഞാൻ ഗെയിം കളിക്കാൻ പോയത്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറേ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, കുറേ എടുത്തുക്കണു. ഞാൻ പറ്റുന്ന വീഡിയോസ് ഇതോളൊക്കെ ഇങ്ങനെ എടുത്തുക്കണം. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ചോറുണ്ട്, പിന്നെ സമ്മന്തി ഉണ്ട്, പിന്നെന്താ അച്ചാറുണ്ട്, മാങ്ങച്ചാർ. ഞാനൊരു കടയിൽ പോയപ്പോൾ 20 രൂപേൻ്റെ ഒരു ചെറിയ ബോട്ടിലാണ്, പക്ഷെ അത് ഭയങ്കര ഉപ്പാണ് കേട്ടോ. പിന്നെ എന്താ ഉപ്പേരി ഉണ്ട്, കൂർക്കയും വാഴക്കൊക്കെ ഇട്ട്. പക്ഷേ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നീ അങ്ങനെ ഉപ്പേരി അധികം കൂട്ടലില്ല, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കൂർക്കയൊക്കെ പാടെ. പിന്നെ ചൂതാനും പിന്നെ മത്തില്ലേ, ആ 2 മീനായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ചോറൊക്കെ വിളമ്പിയിട്ടോ. ഉച്ചക്കാകുമ്പോൾ നമ്മൾ കുറച്ചധികം കഴിക്കണം. രാത്രി പിന്നെ ചോറ് കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വലിയ സീനില്ലല്ലോ, രാത്രി ചോറ് തിന്നില്ലെങ്കിലും. പക്ഷേ ഞാൻ കഴിക്കലൊക്കെ ഉണ്ട് കേട്ടോ. ചില ടൈമിൽ കഴിക്കൂല, ചില ടൈമിൽ കഴിക്കും. ഇടക്കിടക്ക് ഡയറ്റിനൊക്കെ തോന്നും, അപ്പം ചോറ് തിന്നില്ല, അല്ലാത്തുമ്പോഴൊക്കെ തിന്നും, അങ്ങനെയാണ്. പക്ഷെ ഒരു ദിവസമൊക്കെ ഞാൻ ഡയറ്റ് എടുക്കുക കരുതി എടുത്തു കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ നല്ല ഫുഡാക്കാരം. അപ്പോൾ അന്നത്തെ അങ്ങനെ അത് തിന്നു കഴിയും. പിന്നെ പിറ്റേ ദിവസം എടുക്കാൻ കരുതി കഴിഞ്ഞാൽ എടുക്കും, പിന്നെ പിറ്റേ ദിവസം എടുക്കില്ല, ആ ഒരവസ്ഥയാണ്. അങ്ങനെ ഞാൻ ചോറും ഉപ്പേരിയും അച്ചാറും എല്ലാം വിളമ്പി. ഉപ്പേരി നല്ല ടേസ്റ്റിലുണ്ട്, ഞാൻ കുറച്ചധികം എടുക്കണം കേട്ടോ. പിന്നെ അതാ മീനും ഉണ്ട്. 2 മീനും എനിക്ക് ഇഷ്ടമല്ല മീനാണ്. എനിക്ക് ചില മീനുകൾ ഇഷ്ടമല്ല, അതായത് ഇപ്പോൾ പുഴമീൻ, പിന്നെ അങ്ങനെ ചില മീനുകളൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്ക് ചൂതാനും മത്തി ഇഷ്ടമാണ്, അപ്പോൾ അത് എടുക്കുകയാണ് കേട്ടോ 2ഉം. പിന്നെ നമുക്കുള്ളത് പുളിങ്കറിയാണ് കേട്ടോ. പുളിങ്കറി എനിക്കിഷ്ടമാണ്, പക്ഷെ നീക്ക് ഇഷ്ടമല്ല. അങ്ങനെ പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡ്. എന്തായാലും നോർമൽ റൈസും ഇതൊക്കെ ആണെങ്കിലും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തേങ്ങ ഉണക്കാട്ടിയിരുന്നു കേട്ടോ. അതായത് കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉണക്കാട്ടിയിരുന്നു. അപ്പോൾ അത് ആട്ടാൻ പോകണം. അപ്പോൾ അതിന് ഇപ്പോൾ വണ്ടി വരും. ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്യണം 3 മണിക്കാണ് കേട്ടോ ഫുഡ് കഴിക്കണത്. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേനും വണ്ടി വരും. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് വേണം മാറ്റിയിട്ട് പോകാൻ വെച്ചിട്ട്. അപ്പോൾ ഞാനും ഉമ്മയും പോകുന്നുണ്ട്. ഇമ്മ ഇല്ലയെന്നാണ് കരുതിയത്, പിന്നെ ഉമ്മയുണ്ട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പോകും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേഗം ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. അപ്പത്തിന് എന്താ വണ്ടി വന്നത്. എൻ്റെ മാറ്റൽ കഴിഞ്ഞ് കറക്റ്റ് ടൈമിലാണ് വണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കുകയാണ്. ഞാൻ ആദ്യം ഫോൺ കൊണ്ടുപോകണില്ല എന്ന് കരുതി, പിന്നെ എന്തായാലും ഫോണിൽ ചാർജൊക്കെ ഉണ്ട്, അപ്പോൾ കൊണ്ടുപോകാൻ കരുതി. പിന്നെ നീ സ്കൂൾക്ക് പോയിക്കണോ, അപ്പോൾ ഓള് വരുമ്പോൾ ഓൾക്ക് ഫോണൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ കരുതി. ബട്ട് ഞാൻ എടുത്തു. പിന്നെ ഉമ്മാൻ്റെ ഫോണും എൻ്റെ ഫോണും എടുത്തുക്കണം, 2ഉം എടുത്തിട്ടാണ് പോന്നിക്കണത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. തേങ്ങയ്ക്ക് കൊടുത്തിട്ട് അപ്പോൾ ആട്ടാൻ വേണ്ടി അവിടെ കുറേ നേരം ഇരുന്നു. അപ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തൊരു പീടിയുണ്ട്, മില്ലിൻ്റെ അപ്പുറത്ത് തന്നെ നേരെ ഒരു പീടിയുണ്ട്. അവിടുന്ന് ഇമ്മാക്ക് 7up വാങ്ങി, എനിക്ക് ഓക്കെ വാങ്ങി, പിന്നെ ഒരു 1 രൂപൻ്റെ. അപ്പോൾ എൻ്റെ വീഡിയോ എടുത്തു തരാൻ വേണ്ടിയിട്ട് ഉമ്മാനോട് പറഞ്ഞതാണ്. പക്ഷെ അമ്മ എന്തൊക്കെ കാട്ടുന്നുണ്ട്, പകുതി തല വരെ ഇല്ല.
അങ്ങനെ പിന്നെ നമ്മൾ തേങ്ങ ആട്ടിയും കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത് കുഴങ്ങിയും. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, നീക്ക് ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി സലാമാക്കുവിനെ വിളിച്ചു കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ വന്നിട്ട് അവിടെ ഒരു എണ്ണക്കായുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് എനിക്കും നീക്കും മുട്ട ബജിയും, ഉമ്മാക്ക് സുഗിയന്. പക്ഷെ ഉമ്മാൻ്റെ പൂതി ഈ സുഗിയൻ എന്ന് പറഞ്ഞാൽ മസാല ബോണ്ടയാണ് കേട്ടോ. പക്ഷേ സുഗിയൻ എന്ന് പറഞ്ഞാൽ ചെറുപയറൊക്കെ ഇട്ടൊരു സംഭവമല്ലേ. അപ്പോൾ ഉമ്മാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങി. പിന്നെ സലാമാക്കൂനും ഒന്ന് വാങ്ങി കേട്ടോ. അങ്ങനെ 4 ഞങ്ങൾ വാങ്ങിയത്. അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ ടീഷർട്ടും പാൻറ്റൊക്കെ എടുത്തിട്ട് കേട്ടോ. വീട്ടിൽ കൂടി ഇടുന്ന ഔട്ട്ഫിറ്റ് അതാണ്, ടീഷർട്ട് പാൻറ്റ്. അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ ചായ കുടിച്ചാനിരിക്കുകയാണ്. ഇമ്മ പുറത്തേക്ക് പോയി, നീയ പിന്നെ എന്തോ അവിടെ ഉള്ളിലെന്തോ കാണിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റക്കാണ് കേട്ടോ കഴിക്കണത്. ഞാൻ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീയ വരുന്നത്. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പത്തിന് ഷെയ്സ വന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഇതാ ഷെയ്സ. ഇന്ന് സ്കൂളിൽ പോവാത്ത കുട്ടിയാട്ടത്. ഇതാ കളവാട്ടിക്കണം സ്കൂളിൽ പോവാതെ. എന്ത് ഷിഫാനി പൊന്നും ഇല്ലാത്തോണ്ടാ? അനക്ക് പനിയുണ്ടോ? മാറിക്കണോന്ന് അറിയില്ലേ? ഇതിന് പനിയാത്ര ഗൈസ്, പാവം. പിന്നെ ഇന്ന് സ്കൂൾ പോകാതെ ഷിഫാനി പൊന്നും ഇല്ലാൻ്റെ അത്ര. പിന്നെ ധനിയ അത് അവിടെ വാടിയിരിക്കണോ. നീനെ പിന്നെ ക്യാമറയിൽ പെടുത്താൻ പറ്റില്ല കേട്ടോ. ഓളെ ക്ലാസ്സിലത്തെ കുട്ടികളോളെ കളിയാക്കാത്രേ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ധനിയക്ക് മടിയാണ് കേട്ടോ. തുണക്കാരത്തിയോളെ കളിയാക്കാത്രേ ഗൈസ്. എന്താ ചെയ്യാം, ഓളെ തുണക്കാരത്തിയോളാ. എൻ്റെ മാണ്ടപ്പഴിരുന്ന് ഡയലോഗ് അടിച്ചാണ്. അപ്പം ഉമ്മാൻ്റെ അട തിന്നുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ. ഓപ്പൺ ചെയ്യൂ, കഴിച്ചോ ഒന്ന്. ഞാൻ വീഡിയോ എടുക്കട്ടെ. ഉമ്മാനെ യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല ഗൈസ്. കഴിക്കണ കാണിച്ചു തരില്ല, വേണമെങ്കിൽ പൊട്ടിച്ച് കാണിച്ചു തരും. ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് നോക്കി നോക്കാം. അങ്ങനെ പൊട്ടിച്ച് ആ സെൻറ്റർ ഭാഗം പൊട്ടിച്ചാൽ മതി. എന്താ തേങ്ങ ശർക്കര അല്ലേ? തേങ്ങ ശർക്കരയൊക്കെയാണ്, പക്ഷെ വീട്ടിലൊന്നും നേരെ കാണാനില്ല കേസ്. അപ്പോൾ നമ്മൾ ചപ്പാത്തി പൊട്ടിക്കാണ്ട് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഓക്കെ തന്നു രൂപൻ്റെ. ഇനിയും വേറൊരു ഓക്കെയും ബിസ്ക്കറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നീക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കിത് പൊട്ടിച്ചാൽ തിന്നാം. എടുത്തിട്ട് നീ പൊട്ടിയത് അടിയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പോലും ഒരു സ്വൈരം തരൂല ആരും. വീഡിയോ എടുക്കാൻ പോലും നേരെ അയക്കൂല. ഇങ്ങനെ കടന്ന് ബാക്കിൽ കൂടി മുന്നിൽ കൂടിയും പോകും. എന്നിട്ട് ഓലെന്ത് വീഡിയോയിൽ പെടുത്താനും പറ്റൂല. നമ്മൾ മുട്ടായി തിന്നാണ്. ഇതൊക്കെ നമുക്ക് തിന്നാം. സൂപ്പർ. ഇങ്ങോട്ട് വരാമേ. അങ്ങനെ പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റും കഴിച്ചിട്ടോ. ഞാൻ വേറൊരു ബിസ്ക്കറ്റാണ് വാങ്ങല്. അതാ കരുതി വാങ്ങിയത് ഗൈസ്. പക്ഷെ അതല്ല, അതിനത് ടേസ്റ്റ് ഇല്ലാത്ത ബിസ്ക്കറ്റ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഒരു ചാപ്റ്റർ എക്കണോമിക്സ് പഠിച്ചിട്ട് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ടേസ്റ്റ് ഡീലൈവ് അല്ലേ പഠിച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു. ഞാനും പഠിച്ചു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലത്തെ അതേ ഫുഡ് തന്നെയാണ് ഇപ്പോഴും നൈറ്റും ഉള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പത്തിന് പിന്നെന്താ നമുക്ക് ഉറങ്ങാനായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഉറങ്ങി. അതൊക്കെ തന്നെയാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് ഞാൻ പുറത്ത് പോകലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒക്കെ ഞാൻ വീട്ടിലിരുന്ന് തീർക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസൊന്നും നമ്മൾ എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങി ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.